മുകുൾ റോത്തഗി എന്തായാലും അദാനി ഗ്രൂപ്പിനെ പിന്തുണയ്ക്കുകയാണ്. ഗൗതം അദാനിയും സാഗർ അദാനി എന്നിവർ കൈക്കൂലി നൽകിയെന്ന് അമേരിക്കൻ കുറ്റപത്രത്തിൽ പരാമർശിച്ചിട്ടില്ല എന്നാണ് മുകുൾ റോത്തഗി പറയുന്നത്. അദാനി ഉദ്യോഗസ്ഥർക്കെതിരെ മാത്രമാണ് പരാമർശമുള്ളത് എന്നും റോത്തഗി പറയുന്നു. ആർക്കാണ് കൈക്കൂലി നൽകിയത് എന്നും ആരാണോ കൈക്കൂലി വാങ്ങിയത് എന്നും കുറ്റപത്രത്തിൽ ഇല്ലെന്നും മുകുൾ റോത്തഗി. ബാലഗോപാലുണ്ട്. ബാലു, ഈ സൗരോർജ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അത് സംസ്ഥാനങ്ങൾക്ക്, പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ കൈക്കൂലി ഉദ്യോഗസ്ഥർക്ക് നൽകി, കോടിക്കണക്കിന് ഡോളറിന്റെ കൈക്കൂലി നൽകി എന്നതടക്കമുള്ള കുറ്റപത്രം അമേരിക്കൻ കോടതിയിൽ നൽകപ്പെടുമ്പോൾ അതിൽ എന്താണിപ്പോൾ മുതിർന്ന അഭിഭാഷകന്റെ നിലപാടായി വരുന്നത്? അതിന് എത്രത്തോളം ആ പ്രതികരണത്തിന് പ്രസക്തി ഉണ്ടെന്നാണ് തോന്നുന്നത്? പ്രതീക്ഷ, അദാനി ഗ്രൂപ്പും അദാനി ഗ്രൂപ്പിന്റെ അഭിഭാഷകനുമായ മുകുൾ റോത്തഗിയും ഈ ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായും ഈ അദാനി ഗ്രൂപ്പ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഫയൽ ചെയ്തിരിക്കുന്ന രേഖകളിലും അതുപോലെ ഇന്ന് മുകുൾ റോത്തഗി രാവിലെ ഡൽഹിയിൽ മാധ്യമപ്രവർത്തകർ കണ്ടപ്പോൾ പറഞ്ഞ കാര്യവും ഏതാണ്ട് ഒരേ കാര്യമാണ്. ഈ അമേരിക്കൻ കോടതി നൽകിയിരിക്കുന്ന കുറ്റപത്രത്തിൽ ഗൗതം അദാനി, സാഗർ അദാനി, അതുപോലെ തന്നെ അദാനി ഗ്രൂപ്പിന്റെ ഡയറക്ടർ ബോർഡ് അംഗമായ വിനീത് ജെയിൻ എന്നിവരെ സംബന്ധിച്ച് കൈക്കൂലി നൽകി എന്ന ഒരു ആരോപണം ഈ കുറ്റപത്രത്തിൽ ഒരിടത്തും പറയുന്നില്ല എന്നാണ് ഈ മുകുൾ റോത്തഗി ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതേ കാര്യം തന്നെയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഫയൽ ചെയ്തിരിക്കുന്ന രേഖകളിലും അദാനി ഗ്രൂപ്പ് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. അദാനി ഗ്രൂപ്പിലെ ചില ഉദ്യോഗസ്ഥരുടെ പേര് ഈ കുറ്റപത്രത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ അതിന്റെ അർത്ഥം ഏതെങ്കിലും കാരണവശാൽ ഈ അദാനിക്കും ഗൗതം അദാനിക്കും സാഗർ അദാനിക്കും ഇതുമായി നേരിട്ട് ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്നതിനുള്ള ഒരു പരാമർശങ്ങളും ഈ കുറ്റപത്രത്തിൽ ഇല്ല എന്നും റോത്തഗി പറയുകയും ചെയ്യുന്നുണ്ട്. റോത്തഗി പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കൈക്കൂലി നൽകിയെന്നോ ആർക്ക് നൽകിയെന്നോ എപ്പോൾ നൽകിയെന്നോ അല്ലെങ്കിൽ ആരെങ്കിലും അത് സ്വീകരിച്ചോ എന്ന കാര്യവും ഈ കുറ്റപത്രത്തിൽ പറയുന്നില്ല. തികച്ചും ഒരു ബാലിശമായ തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു വേഗമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ കുറ്റപത്രത്തിൽ ഉള്ളതെന്നും അതിന് നിയമപരമായ രീതിയിൽ തന്നെ അദാനി ഗ്രൂപ്പ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മുകുൾ റോത്തഗി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്.